നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി കൃഷ്ണ, ഇംകോപ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തലവേദനയെ പറ്റിയിട്ടാണ്. തലവേദന അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഒരു 98% തലവേദനകളും അപകടകാരികളല്ല. ശരിയായ രോഗനിർണയവും ചികിത്സയും ഉണ്ടെങ്കിൽ എളുപ്പം ഭേദമാക്കാൻ സാധിക്കും. തലവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്കിലും 80% തലവേദനയും സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടാണ് വരുന്നത്. ഒരു 15% മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്തെന്നൊക്കെ പറയും. ബാക്കി ഒരു 5% ഈ സൈനസൈറ്റിസ്, ക്ലസ്റ്റർ ഹെഡേക്ക് ഒക്കെ ആവാം. ഇനി എങ്ങനെയുള്ള തലവേദനയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇതുവരെ തലവേദനയൊന്നും വന്നിട്ടില്ലാത്തവരിൽ പെട്ടെന്ന് തലവേദന വരികയോ അവർ ഈ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടും അത് മാറുന്നില്ലെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. കൂടാതെ തലവേദനയ്ക്കൊപ്പം ഛർദിൽ, ഫിറ്റ്സ്, ഒരു വശത്തൊരു ബലക്കുറവ് പോലെ തോന്നുക, ബോധം നഷ്ടപ്പെടുക, കാഴ്ച മങ്ങുക, കേൾവിക്കുറവ്, പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇനി നമുക്ക് മൈഗ്രെയിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഈ മൈഗ്രെയിൻ കാരണം കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. സാധാരണയായിട്ട് ഈ തലവേദന വരുന്ന തലയുടെ ഒരു പകുതി ഭാഗത്താണ് വരാറുള്ളത്. ചിലർക്ക് ഒരു വിങ്ങലോട് കൂടിയ തലവേദന വന്നിട്ട് 2 മണിക്കൂർ മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കാം. ഇതിൽ ചിലർക്ക് ഓക്കാനം, ഛർദിൽ, വെളിച്ചം, ശബ്ദം, ഗന്ധം തുടങ്ങിയവയോടൊക്കെയുള്ള ഒരു അസ്വസ്ഥതയും ഇതിനോടൊപ്പം കാണാം. ഇനി 1/3 വിഭാഗം ആളുകൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഓറ കാണുന്നതായിട്ടും അനുഭവപ്പെടാറുണ്ട്. ഈ ഓറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല നിറങ്ങൾ, പല രൂപങ്ങൾ, അതൊരു വിഷ്വൽ സെൻസറി ആയിട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ്. തലവേദന ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു സൂചനയായിട്ടും ഇതിനെ കാണാം. ചിലർക്കാണെങ്കിൽ ഛർദ്ദിച്ച് കഴിയുമ്പോൾ ഈ വേദന മാറുന്നതായിട്ടും കാണാറുണ്ട്. സിദ്ധ ചികിത്സയുടെ കാഴ്ചപ്പാടിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രോഗമാണിത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണിത്. ഉദാഹരണമായിട്ട് ചിലർക്ക് എണ്ണയൊക്കെ വെച്ച് കുളിച്ചിട്ട് വെയിൽ കൊണ്ടാൽ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വൈകിയാൽ, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ചിലർക്ക് ദൂരെ യാത്രയൊക്കെ ചെയ്തതിന് ശേഷം, ചിലർക്ക് ഈ പ്രോപ്പറായിട്ട് അവർ ഉറങ്ങിയില്ലെങ്കിൽ, കൂടാതെ മറ്റു ചിലർക്കാണെങ്കിൽ തിയേറ്ററിലൊക്കെ പോയിട്ട് ഫിലിമൊക്കെ കാണുക, അല്ലെങ്കിൽ ഒച്ചത്തിലുള്ള സൗണ്ടൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ വരാം. പിന്നെ ചിലർക്കാണെങ്കിൽ ചില ഭക്ഷണങ്ങൾ, അതായത് ഈ ഐസ്ക്രീം, ചോക്ലേറ്റ്, കഫീൻ അടങ്ങിയിട്ടുള്ള മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാലൊക്കെ ഇതുപോലെ തലവേദന വരാം. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ മെൻസസിനോട് അടുപ്പിച്ചോ അല്ലെങ്കിൽ മെൻസസ് നിൽക്കാറാകുമ്പോഴൊക്കെ ഈ ഒരു അസ്വസ്ഥത വരാം. നമ്മുടെ ഭാരതീയ ചികിത്സാ രീതിയുടെ ഒരു അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണോ ഒരു രോഗത്തിന് അല്ലെങ്കിൽ ഒരു ശാരീരിക അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്, ആ കാരണം മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പോഴുള്ള അസ്വസ്ഥത മാറുന്നതിന് മാത്രമല്ല, പിന്നീട് ഈ അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാനും സഹായിക്കും. ഈ മൈഗ്രെയിൻ കൂടുതലും കാണുക എപ്പിസോഡിക്കലായിട്ടായിരിക്കും. അതായത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം, അല്ലെങ്കിൽ മാസത്തിൽ 1-2 പ്രാവശ്യം, അങ്ങനെയൊക്കെ ആയിരിക്കും ഈ മൈഗ്രെയിൻ വരിക. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ജീവിതശൈലിയിൽ തന്നെയാണ്. അതായത് ഈ സമയങ്ങളിൽ, അതായത് ഈ വേദന വരുന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കുക. അത് ഒന്ന് അസസ് ചെയ്യുക, അതൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം പ്രത്യേകിച്ച് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി മൂലമോ ഒക്കെയാണോ ഇത് ഈ ഒരു വേദന ട്രിഗർ ചെയ്യുന്നതെന്ന് നോക്കുക. അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും ഇത്തരത്തിലൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്കൊരു റിപ്പീറ്റേഷൻ, അതായത് ഒരു 75% വരെ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് ഇങ്ങനെ മൈഗ്രെയിൻ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മെഡിസിന് നമ്മൾ 2ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ നോക്കുക. ഇതിന് നിദാന പരിവർത്തനം എന്ന് പറയും. അതായത് ഭക്ഷണത്തിൽ എരിവും പുളിയൊക്കെ കുറയ്ക്കുക, തണുത്ത ആഹാര സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക, പരമാവധി വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക, ബിരിയാണി, കുഴിമന്തി, പിസ്സ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, കുളിക്കുന്നതിനൊരു കൃത്യമായ സമയം വയ്ക്കുക. പ്രത്യേകിച്ച് രാവിലെ ഒരു 7 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് കുളിക്കുക, വൈകുന്നേരം ഒരു 3-നും 5-നും ഇടയ്ക്ക് കുളിക്കുക.
ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമാണെങ്കിൽ രാത്രിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ട് തല നനഞ്ഞ ടവൽ വെച്ച് തുടച്ച് വൃത്തിയാക്കുക. തല നനച്ച ഉടനെ ഉറങ്ങാൻ പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. കൂടാതെ രാവിലെ കുളിച്ച ഉടനെ തന്നെ വെയിലത്ത് പോകാതിരിക്കുക. പുറത്തു പോകുമ്പോഴൊക്കെ തല നന്നായിട്ട് ഉണങ്ങുന്ന രീതിയിൽ കുളിയുടെ സമയം നമ്മൾ ക്രമീകരിക്കുക. ഡെയിലി എണ്ണ വെച്ച് കുളിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അഥവാ എണ്ണ വെച്ച് കുളിക്കുന്ന ദിവസം മാക്സിമം വെയിൽ കൊള്ളാതെ നോക്കുക. ഇനി മൈഗ്രെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പ്രോപ്പറായിട്ടുള്ള ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ് ശരീരത്തിൽ. അതായത് ഡീഹൈഡ്രേഷൻ മൈഗ്രെയിന് കാരണമായേക്കാം. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ജലാംശം ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ദിവസവും കുറഞ്ഞത് ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെയെങ്കിലും വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളിൽ പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് മൈഗ്രെയിൻ കാണാറുണ്ട്. നമുക്കറിയാം, അപ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും ഒക്കെ ഈ ബോഡിയിലുള്ള ഡീഹൈഡ്രേഷന് കൂട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ കൂടാതെ പലരും ഈ ടോയ്ലറ്റിലൊക്കെ പോകാൻ മടിച്ചിട്ട് വെള്ളം കുടിക്കാനും മടിക്കും. ഇത് ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ജലാംശം കിട്ടാണ്ടിരിക്കുകയും മൈഗ്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, മധുര പാനീയങ്ങൾ, ഇതൊക്കെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാം. അതിനാൽ അവയും ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കം ക്രമീകരിക്കുക. രാത്രിയിൽ കുറഞ്ഞത് ഒരു 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും എണീക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട് സമ്മർദ്ദം നിയന്ത്രിക്കുക. അതിനായിട്ട് പ്രാണായാമ, യോഗ, മെഡിറ്റേഷൻ, ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ശീലമാക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ചിലതരം ഭക്ഷണങ്ങളൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചീസ്, ചോക്ലേറ്റ്, കഫീൻ, മദ്യമൊക്കെ ഇതിൽ പെടും. അഞ്ചാമതായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് സമീകൃത ആഹാരം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ഫൈബർ, വൈറ്റമിൻസ്, ധാതുക്കൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള സന്തുലിതമായ ഭക്ഷണം പിന്തുടരാനും ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പോസ്ചർ ശരിയായിട്ട് സൂക്ഷിക്കാതിരിക്കുവാണെങ്കിൽ അതും ഈ തോളിന് സ്ട്രെസ് ഉണ്ടായിട്ട് ഇതും മൈഗ്രെയിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നല്ല പോസ്ചർ, അതായത് പേശിയുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കും. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക. നടു നിവർത്തി ശരിയായ പോസ്ചറിൽ ഇരിക്കാനും നിൽക്കാനും ഒക്കെ ശീലിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ദീർഘനേരം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നതും കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കിയിട്ട് മൈഗ്രെയിന് കാരണമായേക്കാം. സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതോടെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും IT ഫീൽഡിലാണ്. കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു സ്ഥലത്തും ജോലിയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനുകളിലൊക്കെ UV അതുപോലെ ബ്ലൂ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ചികിത്സയുടെ ഭാഗം വരുമ്പോൾ, പ്രത്യേകിച്ച് സിദ്ധവൈദ്യത്തിൽ പ്രധാനമായിട്ട് ഒരു മരുന്ന് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു അംഗീകൃത മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ടിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഈ മരുന്നിൽ നമുക്ക് വരുന്ന തലയ്ക്ക് വയ്ക്കാനുള്ള എണ്ണകൾ തന്നെയാണ്. അതിൽ ചിത്രമൂല തൈലം, ചുക്ക് തൈലം, അരക്ക് തൈലം, അതുപോലെ തന്നെ രോഗിയുടെ പ്രകൃതി നോക്കിയാണ് നമ്മൾ ഓരോന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചിലർക്ക് എണ്ണപ്പാടെ ഉപേക്ഷിക്കേണ്ടതായിട്ടും വരും. ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഒരു ഡോക്ടറാണ്. ഇനി ഉള്ളി കഴിക്കാനുള്ള മരുന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് വായു അല്ലെങ്കിൽ വാതദോഷം കൂടുതലായിരിക്കും. അതായത് ഈ വയറിനുള്ള അസ്വസ്ഥത ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വയറ്, ഡൈജഷനൊക്കെ ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യണം. കോൺസ്റ്റിപ്പേഷൻ, ഈ മലബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യണം. അതിനായിട്ട് ത്രിഫല ചൂർണം, നിലവാര ചൂർണം പോലെയുള്ളവയൊക്കെ ഉപയോഗിക്കാം. ഡൈജഷൻ കറക്റ്റ് ചെയ്യാനും അഗ്നിദീപ്തിക്കായിട്ടും പഞ്ചദീപാഗ്നി ചൂർണം, താലിസാദി ചൂർണം പോലെയുള്ളവയെ ഉപയോഗിക്കാം. പിന്നെ നസ്യം പോലെയുള്ള ചില ചികിത്സാ ക്രമങ്ങളും മൈഗ്രെയിൻ ഉള്ളവരിൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഉള്ളവരെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ മൈഗ്രെയിൻ കുറയ്ക്കാനും വലിയ തലവേദനയുടെ വലിയ പ്രശ്നമില്ലാതെ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും.